കായംകുളം നഗരസഭ 35-ാം വാർഡിലെ സെന്റ് മേരീസ് കല്ലുമൂട് വില്ലേജ് ഓഫീസ് തോപ്പിൽ നഴ്സിംഗ് ഹോം റോഡുകൾ പുനർനിർമ്മിക്കുവാൻ പൊളിച്ചിട്ട് 6 മാസത്തിലേറെയാകുന്നതിൽ പ്രതിഷേധം ശക്തം. ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് വാർഡ് കൗൺസിലർ ബന്ധപ്പെട്ട അധികാരികളോട് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് കായംകുളം നഗരസഭാ കൗൺസിലർ പുളിയറ വേണുഗോപാൽ കായംകുളം നഗരസഭയ്ക്ക് മുമ്പിൽ ഏകദിന ഉപവാസം നടത്തി. ഞാൻ കായംകുളത്തെ നഗരസഭാ കൗൺസിലർ എന്ന നിലയിൽ കൗൺസിലിലും പ്രത്യേകിച്ച് മുനിസിപ്പൽ സെക്രട്ടറി, AEC കൂടാതെ ഈ വർക്ക് എടുത്തിട്ടുള്ള കോൺട്രാക്ടർ അടക്കമുള്ള ആളുകളോട് ഇവിടുത്തെ എന്റെ വാർഡിലെ 2 പൊളിച്ചിട്ട ഡിസംബർ മാസത്തിന് മുന്നേ നവംബർ മാസം പൊളിച്ചിട്ട 2 റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പലതവണ ഞാൻ ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും അത് പറ്റില്ല എന്ന് അധികാരികളിലെ കോൺട്രാക്ടർ പറയുകയുണ്ടായില്ല. അവസാനം ഫെബ്രുവരി മാസം 27-ാം തീയതി ഈ 2 റോഡുകളുടെയും നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തരികയാണ്. ഞാൻ എന്റെ വാർഡിലെ സഹപ്രവർത്തകരോട്, എന്റെ വാർഡിലെ ആളുകളോട്, എന്റെ വാർഡിലെ അംഗങ്ങളോടൊക്കെ ചെന്ന് ഈ കാര്യം അവതരിപ്പിക്കും. ഉടനെ ചെയ്യുമെന്ന് പറയും. നമുക്ക് എത്ര കാലം അങ്ങനെ ഉടനെ ചെയ്യുമെന്നുള്ള വാക്ക് ഉപയോഗിക്കപ്പെട്ടും പ്രിയമുള്ളവരെ, സ്വാഭാവികമായിട്ടും ആ വാർഡിൽ നിന്നും തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ആ വാർഡിലെ ആളുകളോട് ഒരു പ്രതിബദ്ധത ആളായിരിക്കണ്ടേ. അത് അവരുടെ ആ ആവശ്യങ്ങൾ, ന്യായമായ ഒരു ആവശ്യം, അവരുടെ ഏറ്റവും ന്യായമായ ആവശ്യങ്ങൾ ഒന്നാണ് സഞ്ചാരയോഗ്യമായ റോഡുകള്, നല്ല കുടിവെള്ളങ്ങള്, അതുപോലെ തന്നെ നല്ല ലൈറ്റുകൾ, നല്ല കുടിവെള്ളം കിട്ടുവാനുള്ള സാഹചര്യം, സഞ്ചാരമായ റോഡ്, നല്ല പ്രകാശമുള്ള വീഥികൾ. നമ്മുടെയൊക്കെ പ്രദേശത്തെ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അത് മതി. അതിനപ്പുറത്തെ അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നും നമ്മുടെ വാർഡുകളിലെ ജനം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പ്രിയമുള്ളവരെ, അത് തരുവാനുള്ള, ആ സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകൾ തരുവാനുള്ള അധികാരികൾ നാളിതുവരെ നമ്മളോട് കാണിച്ചിട്ടുള്ള അലംഭാവത്തിനെതിരെയാണ് എന്റെ വാർഡിലെ ജനങ്ങളുടെ ആവശ്യപ്രകാരം വാർഡ് വികസന സമിതി എന്ന പേരിൽ ഇവിടെ ഈ ഉപവാസ സമരം ഇന്ന് നടത്തുന്നത്. കായംകുളം പ്രതികരണവേദി പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം നഗരസഭയിലെ ഏതാണ്ട് 10ഓളം റോഡുകൾ നഗരസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് MLAയുടെ ഒരു പ്രഖ്യാപനത്തിന്റെ പേരിൽ ഗതാഗത യോഗ്യമല്ലായിരുന്നു ആ റോഡുകളാണെങ്കിൽ പോലും അത് കുറേ കൂടി ശോചനീയമായ രീതിയിലേക്ക് ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇളക്കി മറിച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതാണ്ട് 10 കോടി രൂപ ഉപയോഗിച്ച് ഈ റോഡുകളെല്ലാം പുനർനിർമ്മിക്കും എന്നാണ് പ്രഖ്യാപനവും വാർത്താ സമ്മേളനത്തിലൂടെ ജനങ്ങളെ അറിയിച്ചത്. പക്ഷേ ഡിസംബർ മാസം അവസാനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും വീണ്ടും ഒരു 3 മാസം പിന്നിട്ട് 4ാമത് മാസത്തിൽ കടന്നിട്ട് ഏതാണ്ട് പകുതിയായിരിക്കുന്നു. എന്നിട്ടും ഈ റോഡുകളുടെ പണി ആരംഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ റോഡുകളുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ട, നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം ചെയ്യേണ്ട റോഡുകളുടെ ലെവൽസ് എടുക്കുന്നതടക്കം, അതേപോലെ തന്നെ അതിന് ഫില്ലിങ് വേണ്ട സ്ഥലം കണ്ടുപിടിക്കുന്നതടക്കം സാങ്കേതികമായ നടപടികളൊന്നും പൂർത്തിയാകാതെ ഇത് ജനങ്ങൾക്ക് ഒരു തീരാ ദുരിതം സൃഷ്ടിച്ചുകൊണ്ട് ഈ റോഡുകളെല്ലാം അങ്ങനെ തന്നെ കിടക്കുകയാണ്. കാൽനടക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നാണ് സെൻറ്റ് മേരീസ് മുതൽ അതേപോലെ കല്ലുമൂട് വരെയുള്ള ഈ റോഡ്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട റോഡുകൾ നിറയിൽ മുക്കിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡുകൾ, കാക്കനാട് നിന്നും കാങ്കാലിൽ മുക്കിലേക്ക് പോകുന്ന റോഡുകളടക്കം പൊളിച്ചിട്ടിട്ട് 4 മാസം പിന്നിട്ട് ഏതാണ്ട് 5ഓളം മാസമാകുമ്പോഴും ഇത് സംബന്ധിച്ചുള്ള യാതൊരു നടപടികളും മുമ്പോട്ട് നീങ്ങാത്ത അവസരത്തിൽ MLAയുടെ ഓഫീസിലും MLAയോട് നേരിട്ടും അതേപോലെ നഗരസഭാ ഭരണ നേതൃത്വത്തോടും നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗത്തോടും നിരവധി തവണ നടന്ന് കാല് പിടിച്ചിട്ടും ഈ ആവശ്യം ഉന്നയിച്ച് ശക്തമായ സമ്മർദ്ദം ചെലുത്തിയിട്ടും ഒരു നടപടിയും എടുക്കാത്ത സാഹചര്യത്തിലാണ് 35-ാം വാർഡിലെ പ്രിയപ്പെട്ട കൗൺസിലർ ശ്രീ പുളിയറ വേണുഗോപാൽ അവിടുത്തെ വികസന താല്പര്യമുള്ള രാഷ്ട്രീയത്തിന് അതീതമായുള്ള ആളുകളെ കൂട്ടിക്കൊണ്ട് വാർഡ് വികസന സമിതിയുടെ പേരിൽ ഇന്നിവിടെ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ
ഒരു സഹന സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. വാർഡ് വികസന സമിതി കൺവീനർ എസ് ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. KPRA മുൻ പ്രസിഡന്റ് KN ജയറാം, BJP ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ രാംദാസ്, KP അലക്സാണ്ടർ, അനീഷ് ഗോപിനാഥ്, B സന്തോഷ്, V ജനാർദ്ദനൻ, അനിൽകുമാർ PR, D പ്രദീപ്, രാധാകൃഷ്ണൻ, മുനിസിപ്പൽ കൗൺസിലർമാരായ രാജേഷ് കമ്മത്ത്, കവിത രാജേഷ്, അനിത, ഷീല പ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഭാരവാഹികളായ വിക്രമൻ നായർ, ഷീല, ശ്രീദേവി അനിൽ, അനിത ഷാജി, R സജി, ഷൈനി സജി, രഘുനാഥ്, അർച്ചന ബിനു, ബാബുരാജ്, മോഹൻ പങ്കജ്, രാജീവ്, ജയന്തി ഭക്ത്, കണ്ണൻ ശോഭ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.